നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഏറെ വിവാദമായ ചക്രമുടി കയ്യേറ്റ വിഷയത്തിൽ മുൻ റവന്യൂ വകുപ്പ് മന്ത്രിക്കും CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലികുമാറും അടക്കമുള്ളവർക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട ഇടുക്കി DCC അംഗം ബിനു സ്കറിയ. ജില്ലയിലെ ഭൂപ്രശ്നം പരിഹരിക്കുന്നതാണ് ആദ്യ പരിഗണന. രണ്ടാമതായി ആരോഗ്യമേഖലയിലെ പ്രശ്ന പരിഹാരം. മൂന്നാമതായി റോഡിന്റെ വികസനവുമാണെന്ന് ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു. ഇടുക്കി ചിന്നക്കനാൽ മേഖലയിൽ വൻ വനഭൂമി കയ്യേറ്റം വനം വകുപ്പ് ഒഴിപ്പിച്ചു. KCBയുടെ ആനയിറങ്കൽ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്തടക്കം വ്യാപകമായി നടന്ന കയ്യേറ്റമാണ് ദേവികുളം റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം ഒഴിപ്പിച്ചത്. വാഗമൺ കോട്ടമല റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷമായി. വാഗമൺ കൈശുണ്ടി മുതൽ 1-ാം ഡിവിഷൻ വരെയാണ് കാൽനട യാത്ര പോലും കഴിയാത്ത രീതിയിൽ റോഡ് തകർന്നു കിടക്കുന്നത്. തേക്കടിയിൽ നിന്നും വാഗമണ്ണിൽ ഏറ്റവും എളുപ്പത്തിൽ എത്താവുന്ന റോഡിനെയാണ് അധികൃതർ അവഗണിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. ഏറെ വിവാദമായ ചക്രമുടി കയ്യേറ്റ വിഷയത്തിൽ മുൻ റവന്യൂ വകുപ്പ് മന്ത്രിക്കും CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലികുമാറും അടക്കമുള്ളവർക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഇടുക്കി DCC അംഗം ബിനു സ്കറിയ. വ്യാജ പട്ടയമുണ്ടാക്കി ഭൂമി കയ്യേറുന്നതിന് സഹായിച്ചത് CPI ജില്ലാ സെക്രട്ടറിയും മുൻ റവന്യൂ മന്ത്രിയും CPI നേതാക്കളുമാണെന്നും അതിന് തെളിവുണ്ടെന്നും ബിനു സ്കറിയ സിറ്റി വിഷനോട് പറഞ്ഞു. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പരാതി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നേരിട്ട് കൈമാറും. കയ്യേറ്റ ഭൂമിയിൽ നിന്നും ലക്ഷങ്ങൾ വില വരുന്ന മരങ്ങൾ മുറിച്ചു കടത്തിയതിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മുറിച്ചു കടത്തിയവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണം. കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കണമെന്നും ബിനു സ്കറിയ പറഞ്ഞു. അടിമാലിക്കാരനായ കൈപ്പംപ്ലാക്കൽ സിബി ജോസഫ് എന്നയാൾ പൊതുസമൂഹത്തോടൊന്ന് പറഞ്ഞത്, മാധ്യമങ്ങളിലൂടെ പറഞ്ഞത്, ഈ കയ്യേറ്റ വ്യാജരേഖകൾ നിർമ്മിക്കാൻ അയാളെ സഹായിച്ചത് റവന്യൂ മന്ത്രിയുടെ ഓഫീസാണെന്നാണ്. അതിനെല്ലാം രേഖകളുണ്ട്. അതുപോലെ CPIയുടെ ജില്ലാ സെക്രട്ടറിയാണ് സഹായിച്ചതെന്നാണ്. അങ്ങനെ CPIയുടെ റവന്യൂ വകുപ്പ് മന്ത്രിയും CPIയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയും അടങ്ങുന്ന ഒരു സംഘം ആളുകളാണ് ഈ വ്യാജരേഖകൾ ചമയ്ക്കാൻ അയാളെ സഹായിച്ചതെന്നും അങ്ങനെ സഹായിച്ചതിന് ഈ ഭൂമി വിറ്റ് കിട്ടുന്ന പണത്തിൽ 1/3 അവർക്കുള്ള വിഹിതമാണെന്നും അന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി അതിനെപ്പറ്റി അന്വേഷണങ്ങളൊന്നും നടന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ CPIയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി അടക്കം അന്ന് ആരോപണം നേരിട്ട ആളുകളുണ്ട്. റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അടക്കമുള്ള ബന്ധത്തെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട വിജിലൻസ് വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുക്കുന്നതിന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏതാണ്ട് 65 ലക്ഷം രൂപയുടെ മരങ്ങൾ അവിടുന്ന് മുറിച്ചു മാറ്റപ്പെട്ടിരുന്നു. അത് മുറിച്ചു മാറ്റിയത് കയ്യേറ്റക്കാരുമായി ബന്ധപ്പെട്ടാണ്. ആ മരം മുറിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു കേസ് പോലും എടുത്തിട്ടില്ല. സ്വാഭാവികമായും ഭൂമി പട്ടയം റദ്ദ് ചെയ്ത് റവന്യൂ വകുപ്പിൻ്റെ കൈവശമായപ്പോൾ റവന്യൂ ഭൂമിയിൽ നിന്ന മരങ്ങൾ മുറിച്ചു മാറ്റിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും കേസെടുക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെ അവർക്കെതിരെ യാതൊരുവിധ കേസും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സന്ദീപ് രാജക്കാട് ചേരുന്നു. സന്ദീപ്, ഭരണം മാറിയതിന് പിന്നാലെ ചക്രമുടിയിൽ പിടിമുറുക്കുകയാണോ കോൺഗ്രസ്? ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും എല്ലാം ചക്രമുടി വിവാദമായി നിൽക്കുന്ന സമയത്ത് ചക്രമുടിയിൽ സന്ദർശനം അടക്കം നടത്തിയിട്ടുള്ളതാണ്. CPIക്ക് ഒരു കീറാമുട്ടിയായി മാറുമോ ഈ വിജിലൻസ് അന്വേഷണം എന്ന ആവശ്യം? എന്താണ് വിവരങ്ങൾ? അശ്വതി, അത്തരത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നമുക്കറിയാം, മുമ്പ് CPIയുടെ ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ബിനു സ്കറിയ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് പാർട്ടിയുമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും കോൺഗ്രസിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടം മുതൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഈ CPIയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നു. ഈ കയ്യേറ്റം നടത്തിയിട്ടുള്ള ആളുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നു. അതിൽ ഏറ്റവും ആദ്യം തന്നെ ആരോപണം ഉയർന്നിരുന്നത് കോൺഗ്രസ് നേതാക്കന്മാരടക്കം ഉന്നയിച്ചിരുന്ന ആരോപണം റവന്യൂ വകുപ്പ് മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിനും ഒപ്പം തന്നെ CPIയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറിക്കും മറ്റ് ചില നേതാക്കന്മാർക്കും ഈ കയ്യേറ്റത്തിൽ വലിയ പങ്കുണ്ട്, അത് അന്വേഷിക്കണമെന്ന തരത്തിൽ വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് റവന്യൂ വകുപ്പ് നടപടികളിലേക്ക് കടക്കുകയും പട്ടയങ്ങൾ റദ്ദു ചെയ്യുകയും ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തതോടുകൂടി ആ കേസ് അവിടെ അവസാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആരോപണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അതിലുപരിയായിട്ട് അവിടെ മറച്ചു വെക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി വ്യാജരേഖകൾ ഉണ്ടാക്കി പട്ടയം
പട്ടയം ഉണ്ടാക്കുകയും ഒപ്പം തന്നെ കയ്യേറി അത് കൈവശപ്പെടുത്തിയതിനു ശേഷം മറച്ചു വിറ്റ് കോടികൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണമെന്നാണ് ബിനൂസ് കറിയ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രമേശ് ചെന്നിത്തലയെ നേരിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട് തൻ്റെ ഈ പരാതി കൈമാറുകയും വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. അതിനുവേണ്ടിയിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത് ഈ സിബി എന്ന് പറയപ്പെടുന്നയാൾ, അടിമാലി സ്വദേശിയായിട്ടുള്ള സിബി എന്ന് പറയപ്പെടുന്നയാൾ, അയാളുടെ ഒരു മുമ്പൊരു ഓഡിയോ പുറത്തു വന്നിരുന്നു. ആ ഓഡിയോയിൽ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അടക്കം തന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ പുറത്തു വന്നിരുന്നു ആ ഓഡിയോ. അത് വലിയ വിവാദമായി ചർച്ചയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ നടപടികളിലേക്കൊക്കെ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇല്ലെങ്കിൽ ആരോപണം എന്ന് പറയുന്നത് ഈ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ ഭൂമി കയ്യേറി അത് മറിച്ചു വിറ്റ് കോടികൾ ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിനും ഒപ്പം തന്നെ ഇടുക്കി ജില്ലാ സെക്രട്ടറിക്കും ചില നേതാക്കന്മാർക്കും വലിയ രീതിയിലുള്ള പങ്കുണ്ട്, സഹായിക്കാം എന്ന വാഗ്ദാനം നൽകിയിരുന്നു. അതുകൊണ്ടാണ് ഇവർക്കെതിരെ ഇതുവരെയും കേസെടുക്കാൻ പോലും തയ്യാറാകാത്തത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ബിനൂസ് കറിയ പറയുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത്, അവിടെ നിന്നും ഏതാണ്ട് 65 ലക്ഷം രൂപയുടെ മരങ്ങൾ, വൻ മരങ്ങൾ മുറിച്ചു കടത്തിയിട്ടുണ്ട്. അതായത് സർക്കാർ ഭൂമിയിലെ മുതൽ പൊതുമുതലാണ്. ആ പൊതുമുതൽ അപഹരിക്കപ്പെട്ടാൽ അത് മോഷ്ടിക്കപ്പെട്ടതിന് ക്രിമിനൽ കേസ് എടുക്കേണ്ടതാണ്. എന്നാൽ റവന്യൂ വകുപ്പ് അത്തരത്തിലൊരു നടപടിയിലേക്ക് പോയിട്ടില്ല. ഈ കയ്യേറ്റക്കാർക്ക് ഒത്താശ ചെയ്യുന്ന നിലപാടാണ് ഉദ്യോഗസ്ഥ തലത്തിൽ പോലും ഉണ്ടായിട്ടുള്ളത്. ലക്ഷക്കണക്കിന് രൂപ അത്തരത്തിൽ കൊള്ളയടിക്കപ്പെടുമ്പോൾ അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഉദ്യോഗസ്ഥ ഗൂഢാലോചന ഈ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ മുമ്പ് നടപടി നേരിട്ട ഉദ്യോഗസ്ഥരുണ്ട്. അവരടക്കം ഇതിന് കൂട്ടുനിന്നിരിക്കുന്ന മറ്റു ഉദ്യോഗസ്ഥരെ അടക്കം വകുപ്പ് തല നടപടികളിലേക്ക് പോകണം എന്നുള്ള ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെടുന്നത് ഇത് സംബന്ധിച്ചുള്ള വിജിലൻസ് അന്വേഷണം നടത്തണം, ഇതിലെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരണം, കോടിക്കണക്കിന് രൂപ എവിടെ പോയി എന്നതിനെ സംബന്ധിച്ച് വിശദമായി പറയണം. മറ്റു നിരവധിയായ ആരോപണങ്ങൾ ബിനൂസ് കറിയ ഉന്നയിക്കുന്നുണ്ട്. ഈ കേസ് കോടതിയിലെത്തുമ്പോൾ 40ഓളം വരുന്ന പട്ടയം, ഈ സ്ഥലം വാങ്ങിയിട്ടുള്ള 40ഓളം പട്ടയക്കാരാണ്, വാങ്ങിയ ആളുകളാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അവിടെ കൃത്യമായ രേഖകൾ ഇത് കയ്യേറ്റ ഭൂമിയാണ് എന്ന് തെളിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുകയും ചെയ്തതിന് ശേഷവും ഇത് മറച്ചുവെക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. കോടതിയിൽ വേണ്ട രേഖകൾ ഹാജരാക്കുന്നതിനുള്ള നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് പുതിയ സർക്കാർ അധികാരത്തിലേക്ക് എത്തിയ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഈ ചുമതല ഏറ്റതിനു ശേഷം ഈ കാര്യങ്ങൾ, ഈ ചൊക്രമുടിയിൽ വിഷയങ്ങൾ മുഴുവനും അവർക്ക് അറിയാവുന്നത് കൂടിയാണ്. കാരണം ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും അടക്കം നേരിട്ട് ചൊക്രമുടി സന്ദർശിക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിട്ടുള്ളതാണ്. CPIക്കെതിരെയൊക്കെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നേരിട്ട് തന്നെ വരുന്നത്. പരിസ്ഥിതി പ്രവർത്തകരടക്കം ഈ വിഷയത്തിൽ, മരം കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഇപ്പോൾ തന്നെ പരാതികൾ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും ചൊക്രമുടി വീണ്ടും ഒരു വിവാദ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഒരു വിവാദ വിഷയമായി മാറുകയാണ്. അത് ഏറ്റവും പ്രധാനമായി കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് CPIയെയും കഴിഞ്ഞ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന കെ രാജൻ, ഒപ്പം തന്നെ CPIയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയും ചില നേതാക്കന്മാരെയുമാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അശ്വതി. സന്ദീപ് രാജക്കാടാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ജില്ലയിലെ ഭൂപ്രശ്നം പരിഹരിക്കുന്നതാണ് ആദ്യ പരിഗണന. രണ്ടാമതായി ആരോഗ്യ മേഖലയിലെ പ്രശ്ന പരിഹാരം. മൂന്നാമതായി റോഡിന്റെ വികസനവുമാണെന്ന് ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജകുമാരിയിൽ MLAക്ക് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉടുമ്പൻചോലയിൽ MLAയായി വിജയിച്ചു വന്ന അഡ്വക്കേറ്റ് സേനാപതി വേണുവിന് ഗംഭീര സ്വീകരണമാണ് രാജകുമാരിയിൽ ഒരുക്കിയത്. രാജകുമാരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ യോഗം ഉടുമ്പൻചോല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MB ജോസ് ഉദ്ഘാടനം ചെയ്തു. അഭിമാനത്തോടെ തലയുയർത്തി പ്രതിനിധിക്കാൻ കഴിയുന്ന സാഹചര്യം അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ നമുക്കുണ്ടായി എന്നതാണ് ഒരു കാര്യം. അത് നമുക്ക് അഭിമാനത്തോടെ തലയെടുത്ത് നിൽക്കുക എന്ന് പറയുന്നതിനപ്പുറം നമ്മളോടൊപ്പമുള്ള നമ്മളിൽ ഒരുവനായ ജില്ലയിലെ ഭൂപ്രശ്നം പരിഹരിക്കുന്നതിനാണ് ആദ്യ പരിഗണന. രണ്ടാമതായി ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. മൂന്നാമതായി റോഡിന്റെ വികസനവുമാണെന്ന് ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു പറഞ്ഞു. എനിക്ക് ലഭിച്ച 20,021 വോട്ടിന്റെ ഭൂരിപക്ഷം അതിവ്യർത്ഥമാകും എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആമുഖമായി നിങ്ങളോട് സൂചിപ്പിക്കുന്നു, എൻ്റെ ഇനി മുന്നോട്ടുള്ള നിയമസഭാ സാമാജികരണ പ്രവർത്തനം അത് 24 മണിക്കൂറും ഈ നാടിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്.
അതിലൊട്ടൊക്കെ വിജയിക്കാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ഈ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി കണ്ടിരുന്നു. നിയമസഭയ്ക്കകത്ത് എനിക്ക് അദ്ദേഹവുമായി ദീർഘനേരം സംസാരിക്കാൻ അവസരം കിട്ടി. ദീർഘനേരം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സംസാരിക്കുന്നതിലധികമായി സംസാരിക്കാൻ അവസരം കിട്ടി. ഈ 2 ഘട്ടങ്ങളിലും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത് അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു എന്താ പറഞ്ഞ ജ്യേഷ്ഠൻ അനുജൻ എന്ന പോലെ ഒരു ബന്ധം, നീ അതിലൊട്ടും ഭയപ്പെടേണ്ടതില്ല. ആദ്യത്തെ 90 ദിവസത്തിനകം അല്ലെങ്കിൽ 100 ദിവസത്തിനകം നമ്മുടെ 1ാം ഘട്ട കർമ്മ പദ്ധതി, അതിനുശേഷം 6 മാസത്തിനുള്ളിൽ ഈ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സമൂലമായി പരിഹരിക്കുമെന്ന ഉറപ്പാണ്. അത് അദ്ദേഹം പറഞ്ഞത് ഞാൻ നൽകിയിരിക്കുന്ന വാർത്ത. ബാങ്ക് ഭരണസമിതി, സഹകരണ ബാങ്കിലെ ജീവനക്കാർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി, യൂത്ത് കോൺഗ്രസ്, പഞ്ചായത്തിലെ മുഴുവൻ വാർഡ് കമ്മിറ്റികൾ തുടങ്ങിയ വിവിധ കമ്മിറ്റികളും സംഘടനകളും MLAയെ സ്വീകരിച്ചു. കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് റോയി ചാത്തനാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രാജകുമാരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബോസ് പി മാത്യു, DCC അംഗങ്ങളായ ഷാജി കൊച്ചുകരോട്ട, പിയൂസ് കറിയ, ജോഷി കന്യാക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ രാജകുമാരി. ഇടുക്കി ചിന്നക്കനാൽ മേഖലയിൽ വൻ വനഭൂമി കയ്യേറ്റം വനം വകുപ്പ് ഒഴിപ്പിച്ചു. KSCBയുടെ ആനയിറങ്ങൽ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്തടക്കം വ്യാപകമായി നടന്ന കയ്യേറ്റമാണ് ദേവികുളം റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം ഒഴിപ്പിച്ചത്. കാട്ടാനകളുടെ താവളമായ ഈ പ്രദേശത്ത് ആനകളെ പ്രതിരോധിക്കാൻ കയ്യേറ്റക്കാർ സ്ഥാപിച്ച വൻ കമ്പിവടങ്ങളും മുള്ളുവേലികളും വനം വകുപ്പ് മുറിച്ചുമാറ്റി. പ്രദേശത്ത് ഏക്കർ കണക്കിന് വനഭൂമി വെട്ടിത്തെളിച്ച് പുതിയ ഏലം കൃഷി ഇറക്കാനുള്ള ശ്രമമാണ് ഇതോടെ വനം വകുപ്പ് തകർത്തത്. ചിന്നക്കനാൽ വില്ലേജിൽ സർവേ നമ്പർ 34/1 ഉൾപ്പെടുന്ന ചിന്നക്കനാൽ അണ്ടർ റിസർവ് ഭൂമിയിലാണ് കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ടു പോകുന്നത്. ദേവികുളം റേഞ്ച് ഓഫീസർ അരുൺകുമാറിന്റെ നേതൃത്വത്തിലുള്ള വനപാലക സംഘമാണ് വൻ സന്നാഹങ്ങളോടെ എത്തി കയ്യേറ്റം പൂർണ്ണമായും ഒഴിപ്പിച്ചത്. ഏകദേശം 1.5 ഹെക്ടറോളം വരുന്ന അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള വനഭൂമിയാണ് കയ്യേറ്റക്കാരുടെ പിടിയിൽ നിന്നും വനംവകുപ്പ് തിരിച്ചുപിടിച്ചത്. വനഭൂമി കയ്യേറിയതിനൊപ്പം തന്നെ KSCBയുടെ ആനയിറങ്കൽ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്തും വ്യാപകമായ കയ്യേറ്റമാണ് നടന്നിരിക്കുന്നത്. ഇവിടെ അതീവ രഹസ്യമായി കാട് വെട്ടിത്തെളിച്ച് വലിയ തോതിൽ ഏലം കൃഷി ചെയ്യുകയായിരുന്നു. ഇതിനു പുറമെ വൃഷ്ടിപ്രദേശത്ത് പുതിയതായി വീണ്ടും ഏക്കർ കണക്കിന് സ്ഥലം വെട്ടിത്തെളിച്ച കൃഷി ഇറക്കുവാനുള്ള ഒരുക്കങ്ങളും കയ്യേറ്റക്കാർ നടത്തിയിരുന്നു. KSCBയുടെ ക്യാച്ച്മെന്റ് ഏരിയയുടെ മറവിൽ ഇവർ ഇവിടെ നിന്ന് ഏലം കൃഷി ചെയ്ത് കയറി വരിക. ആദ്യം ഒരു അലവാങ് ഉപയോഗിച്ച് ഒരു ചെറിയ കുഴി കുത്തി അവിടെയായിട്ട് ഓരോ ഏലത്തട്ട നടും. ഏലത്തിന് വില കൂടുന്നതിനനുസരിച്ച് ഇവർ തെളിച്ച് കയ്യേറുക. ഇതിപ്പം പ്രധാന പ്രശ്നം, ഇവിടെ ഏകദേശം ഈ ചിന്നക്കനാൽ മേഖല 17ഓളം ആനകളുണ്ട്. ഈ ചക്കക്കൊമ്പൻ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള എലിഫൻ്റാണ്. അത് മസ്ത് സമയമാണ്. അപ്പോൾ ഇതിനെ ഒന്ന് ഓടിക്കാൻ RRT ടീം ഡെപ്യൂട്ടി റേഞ്ചറിനെ നേരത്തെ നോക്കിയിട്ട് ഇത് പോരുന്നില്ല, ഇങ്ങോട്ട് കയറി പോയിട്ട് തിരിച്ചു വരിക. അപ്പം നമ്മൾ ഈ പ്ലാന്റേഷൻ കാട് പിടിച്ച് കിടക്കുന്ന ഭാഗം പരിശോധിച്ചപ്പം ഓരോ ഭാഗവും വടം കെട്ടി തിരിച്ച് കയ്യേറ്റ മാഫിയ വടം കെട്ടി തിരിച്ചേക്കുക. അപ്പം നമ്മുടെ ജീവനക്കാരും വാച്ചർമാരും ഇവരോട് പറയുമ്പോൾ ഇവരെ ഭീഷണിപ്പെടുത്തി ഓടിക്കുക. അപ്പം വടം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ആന പിടിച്ചാൽ പോയിട്ട് JCB കൊണ്ട് ഇളക്കി മാറ്റിയാൽ പോലും മാറിയില്ലാത്ത രീതിയിൽ ഈ വടം വൃക്ഷങ്ങളിൽ അടിച്ചു കയറ്റി, അതായത് വലിയ 2 ഇഞ്ചോളം വലുപ്പമുള്ള വലിയ വളയം ഉപയോഗിച്ച് അടിച്ചു കയറ്റി ഇവരെ കംപ്ലീറ്റ് തിരിച്ചേക്കുക. 18ഓളം കാട്ടാനകൾ സ്ഥിരമായി തമ്പടിക്കുന്നതും സഞ്ചരിക്കുന്നതുമായ പ്രധാന ഇടവഴിയാണിത്. എന്നാൽ ആനകൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ കയ്യേറ്റക്കാർ വൻ മരങ്ങളിൽ ഡ്രില്ലിംഗ് നടത്തി 2 ഇഞ്ചോളം കനമുള്ള കൂറ്റൻ കമ്പിവടങ്ങളും മുള്ളുവേലികളും ഉപയോഗിച്ച് ശക്തമായ പ്രതിരോധം തീർത്തിരിക്കുകയായിരുന്നു. JCB ഉപയോഗിച്ച് വലിച്ചാൽ പോലും പൊട്ടാത്ത രീതിയിലുള്ള വടങ്ങളാണ് ആനകളെ തടയാൻ ഇവിടെ സ്ഥാപിച്ചിരുന്നത്. ആനകളെ ഓടിക്കാൻ വനംവകുപ്പിന്റെ RRT ശ്രമിച്ചെങ്കിലും ഈ കമ്പിവേലികൾ കാരണം ആനകൾക്ക് ഉൾക്കാട്ടിലേക്ക് പിൻവാങ്ങുവാൻ കഴിഞ്ഞിരുന്നില്ല. ഈ തടസ്സങ്ങളാണ് കാട്ടാനക്കൂട്ടം വനത്തിലേക്ക് മടങ്ങാനാകാതെ നിരന്തരമായി ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാനും മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമാകുവാനും പ്രധാന കാരണമായതെന്ന് വനംവകുപ്പ് പറയുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വാച്ചർമാരെയും പ്രദേശവാസികൾ ആയുധങ്ങളുമായി ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ വനംവകുപ്പ് ശക്തമായ നിലപാടിലൂടെ ഏലത്തട്ടകൾ പൂർണ്ണമായും പിഴുതുമാറ്റുകയും കട്ടറുകൾ ഉപയോഗിച്ച് കമ്പിവടങ്ങൾ മുറിച്ചുമാറ്റുകയും ചെയ്തു. മുള്ളുവേലികൾ നീക്കം ചെയ്യുന്നത് പൂർണ്ണമാകാത്തതിനാൽ വരും ദിവസങ്ങളിലും നടപടി തുടരും. 1986 കേരള വൃക്ഷ സംരക്ഷണ നിയമം സെക്ഷൻ 5, സെക്ഷൻ 1, കേരള ഫോറസ്റ്റ് ആക്ട് എന്നിവ പ്രകാരം വനംവകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കയ്യേറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രതികളെ കണ്ടെത്തുവാനുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയുമാണ്. വനഭൂമി പൂർണ്ണമായി സംരക്ഷിക്കുന്നതിനൊപ്പം KSCBക്ക് ഇത് സംബന്ധിച്ച അടിയന്തര റിപ്പോർട്ട് നൽകുമെന്നും റേഞ്ച് ഓഫീസർ അറിയിച്ചു. വഴിതിരിച്ചുവിട്ട ആനത്താരകൾ പുനഃസ്ഥാപിക്കാൻ ഈ പ്രദേശത്ത് പുതിയ ഔട്ട്പോസ്റ്റും വനംവകുപ്പ് ഷെഡും ഉടൻ സ്ഥാപിക്കുവാനുള്ള നീക്കത്തിലാണ് വനംവകുപ്പ്. സിറ്റി വിഷൻ ചിന്നക്കനാൽ.
വാഗമൺ കോട്ടമല റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷമായി. വാഗമൺ കൈചൂണ്ടി മുതൽ 1-ാം ഡിവിഷൻ വരെയാണ് കാൽനട യാത്ര പോലും കഴിയാത്ത രീതിയിൽ റോഡ് തകർന്നു കിടക്കുന്നത്. തേക്കടിയിൽ നിന്നും വാഗമണ്ണിൽ ഏറ്റവും എളുപ്പത്തിൽ എത്താവുന്ന റോഡിനെയാണ് അധികൃതർ ഇങ്ങനെ അവഗണിക്കുന്നത്. വാഗമൺ കോട്ടാമല ഉപ്പുതറ റോഡിനെന്നും ദുരിതമാണ്. 2005 മുൻ MLA ES ബിജിമോൾ റോഡ് പൂർണ്ണമായും സഞ്ചാരയോഗ്യമാക്കുവാൻ ഫണ്ട് അനുവദിച്ചിരുന്നു. റോഡ് വീതി കൂട്ടി സോളിംഗ് നടത്തി കരാറുകാരൻ മുങ്ങി. 2016 മറ്റൊരു കരാറുകാരൻ കൈചൂണ്ടി മുതൽ കോട്ടമല 1-ാം ഡിവിഷൻ വരെ സഞ്ചാരയോഗ്യമാക്കി. ബാക്കി ഭാഗം ഉപേക്ഷിച്ച് ഈ കരാറുകാരനും പിൻവാങ്ങി. പിന്നീട് 2020 മറ്റൊരു കരാറുകാരൻ 1-ാം ഡിവിഷൻ മുതൽ കോട്ടമല റോഡ് ഉപ്പുതറ പഞ്ചായത്തിന്റെ അതിർത്തി വരെ ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ചു. അപ്പോഴേക്കും കൈചൂണ്ടി മുതൽ 1-ാം ഡിവിഷൻ വരെയുള്ള റോഡ് പൂർണ്ണമായും തകർന്നു. ലോക ഭൂപടത്തിൽ ഇടം പിടിച്ച വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപമുള്ള കൈചൂണ്ടിയിൽ നിന്നും കോട്ടമല 1-ാം ഡിവിഷൻ വരെയുള്ള റോഡാണ് ഇപ്പോൾ തകർന്നു കിടക്കുന്നത്. പൂട്ടിക്കിടക്കുന്ന MMJ കോട്ടമല തേയിലത്തോട്ടത്തിലൂടെ കടന്നുപോകുന്ന റോഡിനാണ് ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. വാഗമണ്ണിൽ നിന്നും കൈചൂണ്ടി വഴി കോട്ടമലയ്ക്ക് പോകുന്ന ഭാഗത്ത് കോട്ടമല റോഡ് കാലങ്ങളായി വളരെ മോശമായും യാത്രയ്ക്ക് ദുർഘടമാകുന്ന തരത്തിൽ കിടക്കുകയാണ്. ഇത് പല പ്രാവശ്യം ബന്ധപ്പെട്ട അധികാരികൾ ത്രിതല പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളോടും ഒക്കെ പറഞ്ഞുവെങ്കിലും ഇതുവരെ അതിനൊരു പരിഹാരം കാണുവാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല. ഈ പ്രദേശത്തെ മുഴുവൻ ചെറിയ റോഡുകൾ വരെ തയ്യാറാക്കുവാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് നിരവധി ഫണ്ടുകൾ ഉണ്ടായിട്ടും അത് ബന്ധപ്പെട്ട ത്രിതല പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികൾ അത് ഉപയോഗിക്കുവാൻ തയ്യാറാവുന്നില്ല. അടിയന്തരമായി ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ വേണ്ടുന്ന നടപടി ബന്ധപ്പെട്ട അധികാരികൾ ചെയ്യണം. കിഫ്ബി ഫണ്ടിൽ നിന്നോ സംസ്ഥാന സർക്കാരിൽ നിന്നോ ത്രിതല പഞ്ചായത്തുകളിൽ നിന്നോ ഈ റോഡിന് യാതൊരു ഫണ്ടും ലഭിക്കുന്നില്ല. ജനപ്രതിനിധികൾ ഈ റോഡിനെ കാലങ്ങളായി അവഗണിക്കുകയും ചെയ്യുന്നു. പൂട്ടിക്കിടക്കുന്ന MMJ തോട്ടത്തിലെ തൊഴിലാളികൾക്ക് യാത്ര ചെയ്യാനുള്ള ഏക മാർഗമാണിത്. വാഗമൺ തേക്കടി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡായിട്ടും റോഡ് സഞ്ചാരയോഗ്യമാക്കുവാൻ നടപടി സ്വീകരിക്കാത്തത് സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനമായി മാറിയിരിക്കുന്നു. നിലവിൽ അധികാരത്തിൽ വന്ന ത്രിതല പഞ്ചായത്തും സർക്കാരും ഈ റോഡിനെ അവഗണിക്കാതെ സഞ്ചാരയോഗ്യമാക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നാണ് തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും പ്രതീക്ഷ. സിറ്റി വിഷൻ ഉപ്പുതറ. ഇടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. കൃപ മെഡിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് മാർക്കറ്റ് റോഡ്, രാജാക്കാട്. The number 1 health provider, കൃപ മെഡിക്കൽ സെന്റർ. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.
ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. സേനാപതി ഗ്രാമപഞ്ചായത്തിൽ കുട്ടികൾക്കായുള്ള ബാലഗ്രാമസഭ സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളായി നടക്കുന്ന ബാലഗ്രാമസഭകൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ അശോകൻ അധ്യക്ഷത വഹിക്കും. പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നുമായി 400ഓളം കുട്ടികളാണ് ബാലഗ്രാമസഭകളിൽ പങ്കെടുത്തത്. ഓരോ വാർഡ് മെമ്പർമാരുടെയും നേതൃത്വത്തിലാണ് ബാലഗ്രാമസഭകൾ യോഗം ചേർന്നത്. എല്ലാ ഗ്രാമസഭകൾക്കും പഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ അശോകൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമസഭാ യോഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന വളരെയധികം ആളുകൾ നമ്മുടെ ഗ്രാമസഭയിൽ എത്തിയിട്ടുണ്ട്. കുട്ടികൾ, അതായത് ഇന്നലെ തൊട്ട് തുടങ്ങിയ ഗ്രാമസഭകളിൽ മനോഹരമായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ നല്ല എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും ടീച്ചറാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം ടീച്ചറോട് വിശദമായിട്ടുള്ളവർ സംസാരിക്കും. നമ്മുടെ ഈ ബാലഗ്രാമസഭയുടെ ഉദ്ദേശം, നമ്മുടെ ഓരോ ഗ്രാമസഭയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ, നമ്മുടെ ദൈനംദിനമായിട്ടുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ, നമുക്ക് കുടിവെള്ളം ലഭിച്ചില്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ, നമുക്ക് നല്ല വഴികൾ ലഭിച്ചില്ലെങ്കിൽ കാര്യം, നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുള്ള പ്രശ്നം, എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്നു പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യാൻ പറ്റുന്ന വേദിയാണ് ഗ്രാമസഭ. ഈ ഗ്രാമസഭ യോഗത്തിൽ എടുക്കുന്ന തീരുമാനം അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട്. ബാലഗ്രാമസഭകളിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളും ഏറെ പ്രധാനപ്പെട്ടതാണ്. പരിസ്ഥിതി സംരക്ഷണം, തെരുവുനായ ആക്രമണം, ലൈബ്രറി, കളിക്കളം തുടങ്ങിയ വിനോദവും വിജ്ഞാനവും വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ വിഷയങ്ങൾ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കി. ബാലഗ്രാമസഭയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നോട്ട്ബുക്കുകളും വിതരണം ചെയ്തു. സിറ്റി വിഷൻ, സേനാപതി. +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ മുരുകലക്ഷ്മിയെ കോൺഗ്രസ് പുന്നസിറ്റി 3-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പാർട്ടി ഭാരവാഹികളും ജനപ്രതിനിധികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. +2-വിന് തിളക്കമാർന്ന വിജയം നേടിയ മുരുകലക്ഷ്മിക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജക്കാട് മണ്ഡലം പുന്നസിറ്റി 3-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ മിടുക്കിക്ക് സ്നേഹാദരം നൽകി. +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി ഉന്നത വിജയം കൈവരിച്ച മുരുകലക്ഷ്മിയെ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ചടങ്ങിൽ വെച്ച് മുരുകലക്ഷ്മിക്ക് രാജക്കാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും രാജക്കാട് ടൗൺ വാർഡ് മെമ്പറുമായ ജോഷി കന്യാക്കുഴിയിൽ 17,500 രൂപയുടെ ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകി ആദരിച്ചു. ഭാവി തലമുറയ്ക്ക് മാതൃകയായ ഇത്തരം മിടുക്കരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്നും മുരുകലക്ഷ്മിയുടെ ഈ നേട്ടം നാടിനാകെ അഭിമാനമാണെന്നും ചടങ്ങിൽ പങ്കെടുത്ത നേതാക്കൾ ആശംസിച്ചു. രാജക്കാട് പഞ്ചായത്തിലെ 3-ാം വാർഡിൽ താമസിക്കുന്ന മുരുകലക്ഷ്മി ഈ പ്രാവശ്യം നടന്ന +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ നേടിയിരിക്കുകയാണ്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു വീട്ടിലെ കുട്ടിയാണ് മുരുകലക്ഷ്മി. അതുമാത്രവുമല്ല, 6-ാം ക്ലാസ് വരെ തമിഴ് മീഡിയത്തിൽ പഠിച്ച് തുടർന്നുള്ള പഠനം 10-ാം ക്ലാസ് വരെ NRCTയിലും അതിനുശേഷം രാജാക്കാടിലുമാണ് ആ കുട്ടി പഠിച്ചത്. 6-ാം ക്ലാസ് വരെ തമിഴ് വിദ്യാലയത്തിലും 10-ാം ക്ലാസ് വരെ NRCT സ്കൂളിലും +2 രാജക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പഠനം നടത്തിയ മുരുകലക്ഷ്മി +2 ഹ്യൂമാനിറ്റീസിനാണ് ഉന്നത വിജയം കരസ്ഥമാക്കിയത്. തോട്ടം തൊഴിലാളികളായ മുരുകൻ, മീന ദമ്പതികളുടെ മൂത്ത മകളാണ് മുരുകലക്ഷ്മി. അനുജൻ രാജയും മുത്തശ്ശി പശുപതിയും അടങ്ങുന്നതാണ് മുരുകലക്ഷ്മിയുടെ കുടുംബം. DCC വൈസ് പ്രസിഡന്റ് അരുൺ KS, മണ്ഡലം സെക്രട്ടറി ലതീഷ് VS, വാർഡ് പ്രസിഡന്റ് എബി പുത്തൻവീട്ടിൽ, INDUC മണ്ഡലം ട്രഷറർ ഷൈനി സന്തോഷ്, ജോസ് തട്ടാറുകുന്നേൽ, ഷിബു കാനട്ട്, ജഗ, എസ്തപ്പാൻ പെരിയക്കോട്ടിൽ, സുമ അച്ചൻകുഞ്ഞ് എന്നിവർ സ്വീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജക്കാട്. അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സെമിനാർ നടന്നു. യുദ്ധത്തിന്റെ കെടുതികളും സമാധാനത്തിന്റെ ആവശ്യകതയും എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് N തമ്പി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മാതൃകാ പ്രവർത്തനം കൊണ്ട് ശ്രദ്ധേയമായ ലൈബ്രറിയാണ് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ലൈബ്രറി. ലൈബ്രറിയൻ AS അഭിലാഷിന്റെ ദീർഘവീക്ഷണത്തോടുള്ള പ്രവർത്തനമാണ് ലൈബ്രറിയെ വ്യത്യസ്തമാക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകത്ത് യുദ്ധം എന്ത് വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. സമാധാനത്തിന്റെ പ്രതീകമായി നീല ബനിയൻ ധരിച്ചാണ് സെമിനാറിൽ ആളുകൾ പങ്കെടുത്തത്. അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ലൈബ്രറിയും ഗ്രാമീണ ഗ്രൂപ്പും സമന്വയം ടീമും സംയുക്തമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. യുദ്ധത്തിന്റെ കെടുതികളും സമാധാനത്തിന്റെ ആവശ്യകതയും എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്.
സെമിനാർ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ തമ്പി ഉദ്ഘാടനം ചെയ്തു. ആയുധ കച്ചവടം നടത്താൻ വേണ്ടി ലോകരാജ്യത്താകമാനം അശാന്തി സൃഷ്ടിച്ചുകൊണ്ട് ചെറിയ രാജ്യങ്ങളെ കൊണ്ട് ആയുധങ്ങൾ വാങ്ങിപ്പിക്കുന്ന നിലയിലേക്ക് ഓരോ രാജ്യത്തിന്റെയും വരുമാനത്തിന്റെ വലിയൊരു പങ്ക് ആയുധങ്ങൾ വാങ്ങുന്നതിനും സൈന്യങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പരിശോധിച്ച് പറയാം. ഇന്ത്യ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പ്രതിരോധ ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്ന തുക നമ്മുടെ സമന്വയം കോർഡിനേറ്റർ ടി.കെ. സിജുമോൻ, സാഹിത്യകാരി പ്രിയ വിജീഷ് എന്നിവർ സെമിനാർ നയിച്ചു. സെമിനാറിൽ വെച്ച് 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടിയ കുട്ടികളെ ആദരിച്ചു. അലോഷ്യസ് ജോമോൻ വെട്ടിയാലിക്കൽ എഴുതിയ ബേബി ചൂത്ത് എന്ന പുസ്തകത്തിന്റെ പതിപ്പുകൾ ലൈബ്രറിക്ക് കൈമാറൽ ചടങ്ങും നടന്നു. സെമിനാറിൽ ഗ്രാമീണ ഗ്രൂപ്പ് സെക്രട്ടറി ബിജു VM അധ്യക്ഷത വഹിച്ചു. ലൈബ്രറിയൻ BS അഭിലാഷ് മുഖ്യപ്രഭാഷണം നടത്തി. സെമിനാറിൽ ലൈബ്രറി അംഗങ്ങൾ, സമന്വയം ടീം അംഗങ്ങൾ, ഗ്രാമീണ ഗ്രൂപ്പ് അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഉപ്പുതറ. തോപ്രാംകുടി പെരുന്തൊട്ടി ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്രത്തിൽ ഇടവച്ചോതി മഹോത്സവത്തിന് തുടക്കമായി. ആർഷ വിദ്യാപീഠം ആചാര്യന്മാരും സാധകരും പ്രത്യേകം ചിട്ടപ്പെടുത്തിയ ഉത്സവ പൂജാകർമ്മങ്ങൾക്ക് ആശ്രമം തന്ത്രി നിമേഷ് പള്ളത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മെയ് 29, 30, 31 എന്നീ ദിവസങ്ങളിലായാണ് പെരുന്തൊട്ടി ശക്തിപുരം ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്രത്തിൽ ഇടവച്ചോതി മഹോത്സവവും പ്രതിഷ്ഠാ വാർഷികവും ധർമാനുഷ്ഠാന യജ്ഞവും നടക്കുന്നത്. രാവിലെ 5:30 ഉത്സവ പൂജാ ചടങ്ങുകൾ ആരംഭിച്ചത്. പള്ളിയുണർത്തൽ, നിർമ്മാല്യ ദർശനം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, പ്രായശ്ചിത്ത പാരായണം, കുട്ടികളുടെ സമ്പൂർണ്ണ വിജയത്തിനായുള്ള മഹാസരസ്വതി പൂജ, മംഗളാരതി എന്നീ പൂജാ ചടങ്ങുകൾ നടന്നു. ആശ്രമം തന്ത്രി നിമേഷ് പള്ളത്ത് പൂജാകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കേരളത്തിലെ വെണ്ണക്കൽ വിഗ്രഹ പ്രതിഷ്ഠയുള്ള ഏകക്ഷേത്രം എന്ന ഖ്യാതിയുള്ള ആയിരവല്ലിക്കാവിൽ ദേവി ക്ഷേത്രത്തിൽ നടക്കുന്ന വാർഷിക കലശപൂജയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. 29, 30, 31 തീയതികളിലായിട്ട് നടക്കുന്ന വാർഷിക കലശത്തിൽ പങ്കെടുക്കുന്നതിലൂടെ ഭക്തജനങ്ങളുടെ അഭീഷ്ടങ്ങൾ സാധിച്ചു തരുന്ന ആയിരവല്ലിക്കാവിൽ അമ്മയുടെ അനുഗ്രഹ കൃപാകടാക്ഷങ്ങൾ നേടിയെടുക്കുന്നതിനായിട്ട് നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഈ കലശപൂജയിലും കലശാഭിഷേകത്തിലും പങ്കെടുത്തു വരുന്നു. ആർഷ വിദ്യാപീഠം മാർഗദർശക് വിനോദ് നാരായൺ, കൃപാനന്ദ സരസ്വതി സ്വാമികൾ, വിശ്വാനന്ദ സരസ്വതി സ്വാമികൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, ഇടുക്കി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,450 രൂപ, പവന് 1,15,600 രൂപ, വെള്ളി ഗ്രാമിന് 290 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏറെ വിവാദമായ ചക്രമുടി കയ്യേറ്റ വിഷയത്തിൽ മുൻ റവന്യൂ വകുപ്പ് മന്ത്രിക്കും CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലികുമാറും അടക്കമുള്ളവർക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട ഇടുക്കി DCC അംഗം ബിനൂസ് കറിയ. ജില്ലയിലെ ഭൂപ്രശ്നം പരിഹരിക്കുന്നതാണ് ആദ്യ പരിഗണന. രണ്ടാമതായി ആരോഗ്യമേഖലയിലെ പ്രശ്ന പരിഹാരം. മൂന്നാമതായി റോഡിന്റെ വികസനവുമാണെന്ന് ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു. ഇടുക്കി ചിന്നക്കനാൽ മേഖലയിൽ വൻ വനഭൂമി കയ്യേറ്റം വനം വകുപ്പ് ഒഴിപ്പിച്ചു. KCBയുടെ ആനയിറങ്കൽ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്തടക്കം വ്യാപകമായി നടന്ന കയ്യേറ്റമാണ് ദേവികുളം റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം ഒഴിപ്പിച്ചത്. വാഗമൺ കോട്ടമല റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷമായി. വാഗമൺ കൈചൂണ്ടി മുതൽ 1-ാം ഡിവിഷൻ വരെയാണ് കാൽനട യാത്ര പോലും കഴിയാത്ത രീതിയിൽ റോഡ് തകർന്ന് കിടക്കുന്നത്. തേക്കടിയിൽ നിന്നും വാഗമണ്ണിൽ ഏറ്റവും എളുപ്പത്തിൽ എത്താവുന്ന റോഡിനെയാണ് അധികൃതർ അവഗണിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.